നിയമസർവകലാശാലയിൽ തിരക്കിട്ട VC നിയമനം. ആദ്യപടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി. ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമസർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകിയത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി സംസ്ഥാനത്തെ പൊതുസർവകലാശാലകളിലേതുപോലെ താൽക്കാലിക VCയെ നിയമിച്ചുള്ള നിയമസർവകലാശാലയിൽ UGCയുടെ പുതിയ നിയമം വരുന്നതിനു മുൻപ് തിരക്കിട്ട് VCയെ നിയമിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ആദ്യപടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുമുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി. ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമസർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകിയത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിയമസർവകലാശാലയുടെ ചാൻസലർ. നിയമസർവകലാശാലയുടെ നിലവിലെ നിയമത്തിൽ ചാൻസലറുടെ പ്രതിനിധി കമ്മിറ്റിയിലില്ല. സർക്കാർ പ്രതിനിധി, ബാർ കൗൺസിൽ പ്രതിനിധി, UGC പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. UGCയുടെ പുതിയ കരട് ചട്ടത്തിൽ സർക്കാർ പ്രതിനിധിക്ക് പകരം ചാൻസലറുടെ പ്രതിനിധിയും യൂണിവേഴ്സിറ്റി പ്രതിനിധിയും ഉണ്ടാകും. യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ നൽകാൻ സർക്കാർ വിസമ്മതിച്ചതുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളിൽ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ടില്ല. പകരം സമാന്തരമായി സർക്കാർ തന്നെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ചാൻസലർ നിക്ഷിപ്തമാക്കിയുള്ള കരട് നിയമം UGC പ്രസിദ്ധീകരിച്ചത്. കരട് നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ സജീവമായുണ്ട്. നിയമസഭാ പ്രമേയവും പാസാക്കിയിരുന്നു. നിയമസർവകലാശാലയ്ക്ക് സമാനമായി നിലവിലെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും VCമാരുടെ നിയമനം നടത്താൻ സർക്കാരിന് താല്പര്യമുണ്ടെന്നതിന്റെ തുടക്കമാണ് നിയമസർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണമെന്നാണ് ആക്ഷേപം. എന്നാൽ കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജികൾ നിലവിലുള്ളതുകൊണ്ട് പുതിയ UGC നിയമം നടപ്പിലാക്കിയ ശേഷം VC നിയമന നടപടികൾ ആരംഭിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഗവർണർ. ജനം, തിരുവനന്തപുരം.